പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. പഴമക്കാർ പറയുന്നത് 200 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണെന്നുള്ളത്. ഇത് നാളെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ നടക്കാനിരുന്നതാണ്. ഇവിടെ നടക്കാനിരുന്നതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് കുട്ടികളൊക്കെ രക്ഷപ്പെട്ടതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടത്. പുതിയ കെട്ടിടം ഇതാണ്. പുതിയ കെട്ടിടത്തിലാണ് സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത് മറ്റേ 200 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പുതിയ കെട്ടിടം പണിത് സ്കൂൾ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. നമുക്കിപ്പോൾ PTA പ്രസിഡൻറ്റും കൂടി ചേരുന്നുണ്ട്. ഇത് ശരിക്കും വലിയൊരു അപകടം തന്നെയല്ലേ ഒഴിവായത്? ഭാഗ്യമെന്ന് പറയാം അല്ലേ? ശരിയാണ്, ഭാഗ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സമയത്തൂടെ അസംബ്ലി നടത്താനൊക്കെ ആയിട്ട് ഇരുന്നേച്ചാണ് നമ്മുടെ എക്സാം കാരണം അസംബ്ലി എല്ലാം മാറ്റി വെച്ചത്. പിന്നെ ഉച്ചഭക്ഷണം കൊടുക്കണമെന്നാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാം ഈ ബിൽഡിങ്ങിൽ വെച്ച് തന്നെ നടത്തുന്നത്. സെലിബ്രേഷൻ ആണെങ്കിലും നാളെ നടത്താനുള്ള സെലിബ്രേഷൻ വരെ നമ്മൾ ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. ഇത് അപ്രതീക്ഷിതമായൊരു സംഭവമായിരുന്നു. ഇതിനു മുൻപ് ഇത്തരത്തിൽ തകർന്നു വീഴ എന്തെങ്കിലും പൊട്ടലുകളോ വിള്ളലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 100-200 വർഷം പഴക്കമുള്ള കെട്ടിടമാണിത്. അപ്പോൾ അത് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വീഴുമെന്ന് ഓർത്തില്ല, ആരും വിചാരിച്ചില്ല. പിന്നെ എന്തോ കുഞ്ഞുങ്ങളാരും ഉണ്ടായിരുന്നില്ല അവിടെ ആ സമയത്ത്. ആകെ 6 കുട്ടികളായിരുന്നു അവിടെ പഠിച്ചിരുന്നത്. അംഗനവാടിയിലും LKG-യിലായിട്ടൊക്കെ 6 പിള്ളേരുണ്ടായിരുന്നുള്ളൂ. മൊത്തം ഒരു 10-35 പിള്ളേരുണ്ട് ഇവിടെ. ഇങ്ങനൊരു പ്രശ്നം ഇന്നലെ തൊട്ട് ഇങ്ങനെ ഒരു ചെറിയത് കണ്ടതുകൊണ്ട് കുഞ്ഞുങ്ങളാരും ഞങ്ങൾ ഈ സൈഡിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഈ സൈഡിലേക്ക് തന്നെ മാറ്റി. പിന്നെ LKG UKG-യിലാണെങ്കിലും പിള്ളേർ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ. ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ എത്തി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഈ LP സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടം ഇപ്പോൾ സുരക്ഷിതമാണല്ലോ അല്ലേ? ഓക്കെ, ആ സുരക്ഷിതം, അത് വേറെ കുഴപ്പമൊന്നും. അതിപ്പോൾ നിർമ്മിച്ചിട്ട് എത്ര വർഷമായി? ഒരു 6-7 കൊല്ലമായിട്ടുണ്ടാവും. തീർച്ചയായും ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കമൊക്കെ തന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് എല്ലാവരും പറയുന്നത്. വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം തന്നെയായിരുന്നു. ഇതിനു മുന്നേ വിള്ളലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 200 വർഷത്തിലേറെ പഴക്കം എന്നൊക്കെ പറയുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഒരു ബലമൊക്കെ എത്രയുണ്ട് എന്നുള്ള കാര്യം ഊഹിക്കാനായിട്ട് പറ്റും. ഏതായാലും വലിയ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. കുട്ടികളൊന്നും ഇതിന് ഉള്ളിൽ പ്രവേശിക്കാതിരുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരായയും ഉണ്ടായിരുന്നു ആ സമയത്ത്, ആയയും പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസകരമായ കാര്യമാണ് ഈ കെട്ടിടത്തിനുള്ളിൽ ആരും പ്രവേശിക്കാതിരുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്.